2026 ഫെബ്രുവരി മാസത്തെ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധനവകുപ്പ് ഇതിന് 1050 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും പെൻഷൻ വിതരണം നടത്തും. 26.62 ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം 25-ാം തീയതി ബുധനാഴ്ച ക്രെഡിറ്റ് ആകുന്നതാണ്. 2 ദിവസത്തിന് ശേഷം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും. അടുത്ത മാസം 5-ന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലാണ് ഈ മാസത്തെ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 8,46,000-ഓളം ആളുകൾക്ക് കേന്ദ്രവിഹിതം ലഭിക്കുന്നതാണ്. ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്രവിഹിതം ലഭിക്കുന്നതാണ്. 300, 200, 500 കുറവുള്ള ആളുകൾക്ക് തുക വിതരണത്തിന് വേണ്ടിയിട്ട് മുൻകൂറായിട്ട് സർക്കാർ തുക അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ആ തുക നൽകാത്തത് കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ തുക അനുവദിക്കുന്ന സമയത്ത് ഈ ഒരു തുക കൂടി അനുവദിച്ചിട്ടുള്ളത്. ഇതിന് 24.21 കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. ഇനി വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. ഇത് മാർച്ച് 31-ന് മുമ്പാണ് സമർപ്പിക്കേണ്ടത്. അതിനു മുമ്പ് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ പെൻഷൻ മുടങ്ങില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം.